സുരേഷ് ഗോപി ചിത്രമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് സെൻസർ ബോർഡ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്നും സെൻസർ ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി ചോദിച്ചു. റിവൈസിംഗ് കമ്മിറ്റിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആ വിവാദം കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നാണ് സെൻസർ ബോർഡ്. ഒരു പേരിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം രൂക്ഷമായിരിക്കുന്നത്. ആ പേര് ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നു. എപ്പോഴൊരു തീരുമാനമുണ്ടാകും ഇതിൽ? ഈ ചിത്രം ഇന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ റിലീസിംഗും മാറ്റിവെച്ചിരിക്കുകയാണ്. വിവാദം എപ്പോൾ കെട്ടടങ്ങും? വിശദാംശങ്ങൾ അരുൺ. തീർച്ചയായും ഇന്ന് ഈ സിനിമയെ സംബന്ധിച്ചോളം ഏറെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു അധികൃതർ നേരത്തെ, സംഘാടകർ നേരത്തെ അറിയിച്ചത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും സിനിമയെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതല്ല ചിത്രം. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ പ്രശ്നവും ചിത്രത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ പേര് സംബന്ധിച്ചുള്ള ഒരു വിവാദം അത് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ പേര് സംബന്ധിച്ച വിവാദത്തിലും ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് പൊതുവെ പറയുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു പേരാണ് ജാനകി എന്നത്. അത് സിനിമയ്ക്ക് ഇട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി ഇന്ന് പ്രധാനമായും ചോദിച്ചത്. എന്തായാലും റിവൈസിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിവൈസിംഗ് കമ്മിറ്റിയുടെ പകർപ്പ്, ആ ഉത്തരവിൻ്റെ പകർപ്പ് എന്തായാലും അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കണം. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ് ഇതിനായുള്ള സമർപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമായി ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ ഒരു റിവൈസിംഗ് കമ്മിറ്റിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് കൃത്യമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം മറ്റു നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പേരിനെ ചൊല്ലിയുള്ള വിവാദം അങ്ങനെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ഹൈക്കോടതിയുടെ നടപടിയിൽ ഏറെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രശ്നത്തിന് പരിഹാരമാകുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നായിരുന്നു ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെയും പ്രതീക്ഷിച്ചത്. പക്ഷേ കൃത്യമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. മാർഗനിർദ്ദേശം ലംഘിച്ചതിനാലാണ് ചിത്രത്തിന് അനുമതി നൽകാത്തതെന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും സെൻസർ ബോർഡ് ഹൈക്കോടതിക്ക് മുമ്പാകെ പറഞ്ഞത്. അനിൽ നമ്പ്യാർ. സുരേഷ് ഗോപി ചിത്രമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSKയിൽ വിവാദം കെട്ടടങ്ങുന്നില്ല. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു.